പി.സി. ജോർജിനെ വീണ്ടും വേട്ടയാടാൻ വേണ്ടി കേരളത്തിലെ മതമൗലികവാദികളുടെ കൂട്ടത്തീരുമാനം. പി.സി. ജോർജിനെ എങ്ങനെയെങ്കിലും പൂട്ടുക. നേരത്തെ തന്നെ ഒരു കേസിൽ പി.സി. ജോർജ് ജാമ്യത്തിലാണ്. ആ ജാമ്യത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും വലിയ പ്രകോപനപരമായ മതപരമായിട്ടുള്ള വലിയ പ്രസ്താവനകൾ നടത്തി എന്ന ആക്ഷേപത്തിലാണ് പി.സി. ജോർജിനെതിരെ ഇപ്പോൾ വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. പാലയിൽ പി.സി. ജോർജ് നടത്തിയ ചില പരാമർശങ്ങൾ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു വേദിയിൽ ക്ഷണിതാവ് എത്തുകയും പി.സി. ജോർജ് ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. അതാണിപ്പോൾ വലിയ വിവാദമാക്കി കേരളത്തിലെ മതമൗലികവാദികൾ പി.സി. ജോർജിനെ പിടിച്ച് തുറങ്കലിലടയ്ക്കണം, കൽത്തുറങ്കലിടണം എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. വളരെ ഗൗരവമുള്ള 2-3 വിഷയങ്ങൾ. ഒന്ന്, ഈരാറ്റുപേട്ടയിലെ നടക്കാവ് എന്ന പ്രദേശത്ത് ഇന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. അടച്ചിട്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന് കേരളത്തെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അതിന് തക്ക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് എന്ന് പി.സി. ജോർജ് പറയുന്നു. ജലാറ്റിൻ സ്റ്റിക്കുകളടക്കം മാരക സ്ഫോടക ശക്തിയുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമാണ് ഇവിടെ നിന്ന് പിടികൂടിയത് കേരള പോലീസിന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഫോടക വസ്തു ശേഖരം കേരള പോലീസ് പിടികൂടിയത്. എന്നിട്ട് അത് വലിയ വാർത്തയാക്കി കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കൊണ്ടുവന്നില്ല. കാരണം ചില പ്രത്യേക താല്പര്യങ്ങളായിരിക്കാം. പക്ഷേ പി.സി. ജോർജ് പറഞ്ഞ കാര്യം ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. കേരളം മുഴുവൻ കത്തിക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള നടക്കാവിൽ സൂക്ഷിച്ചിരുന്നത്. ഇതാര് എന്തിനു കൊണ്ടുവന്നു എന്ന് തനിക്ക് വ്യക്തമായി അറിയാം. താൻ അതിവിടെ പറയുന്നില്ല. അപ്പോൾ പി.സി. ജോർജിന് ഇതിന് പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പി.സി. ജോർജ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ വളർന്നു വരുന്ന വർഗീയ ഭീകരത, വർഗീയ തീവ്രവാദം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറുന്നു എന്ന് കേരള പോലീസിൻ്റെ തന്നെ റിപ്പോർട്ടുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കീഴിലുള്ള ആൻറ്റി ടെററിസം ഗ്രൂപ്പിൻ്റെ ഓഫീസ് വേണമെന്ന ആ ജില്ലയുടെ SP തന്നെയാണ് നേരത്തെ റിപ്പോർട്ട് എഴുതിയത്. അവിടെയുള്ള സർക്കാരിൻ്റെ ഭൂമിയിൽ ആൻറ്റി ടെററിസം സ്ക്വാഡ് ATSൻ്റെ ഒരു ഓഫീസ് വേണമെന്ന് പറഞ്ഞത് IPSകാരനായ ഈ ജില്ലയുടെ പോലീസ് മേധാവിയാണ്. അതിന് കൃത്യമായ റിപ്പോർട്ടുകളുമുണ്ട്, കൃത്യമായ കാരണങ്ങളും സഹിതമാണ് ആ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പിന്നാലെ സംഭവിച്ചതോ, ആ ജില്ലയിലെ ചില മത സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ഇതെന്താ ഈരാറ്റുപേട്ട ഭീകരതയുടെ കേന്ദ്രമാണോ? ഇതെന്താ ഈരാറ്റുപേട്ടയിൽ ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ ഓഫീസ് വരേണ്ട കാര്യം? അത് ഈരാറ്റുപേട്ടക്കാരെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നത് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വന്തം ആളായ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു. പിന്നീട് ആ റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ഒരു പ്രദേശം തന്നെ ഈരാറ്റുപേട്ടയും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ്. അപ്പോൾ പി.സി. ജോർജ് പറഞ്ഞ കാര്യത്തിൽ കാര്യങ്ങൾ കുറേ ബോധ്യമാകും. വെറും വാക്ക് പറയുകയല്ല പി.സി. ചെയ്തത്. പി.സി. പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ഈരാറ്റുപേട്ടയുടെ ചരിത്രവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ ഒരു അട്ടിമറിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഉറവിടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധം എനിക്കുണ്ട്. ഞാനിത് തുറന്നു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കേരള പോലീസിനെ തന്നെ അമ്പരപ്പിച്ച സ്ഫോടക വസ്തു ശേഖരമാണ് നടക്കാവിൽ നിന്ന് പിടിച്ചെടുത്തത്. രണ്ടാമത്തെ കാര്യം പി.സി. ജോർജ് പറഞ്ഞത്, ലവ് ജിഹാദ് ഇപ്പോഴും കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് മീനച്ചൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികൾ, ക്രൈസ്തവ സമുദായത്തിലെ 400 പെൺകുട്ടികളെ മതം മാറ്റിയിരിക്കുന്നു. അവരെ പ്രണയം നടിച്ച് അവരെ വിവാഹം കഴിച്ച് മതം മാറ്റിയിരിക്കുന്നു. 400-ലേറെ പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിൽ നിന്ന് മറ്റു മതം സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ചുരുക്കം ചിലരെ 45 അതിനടുത്തുള്ള ആളുകളെ മാത്രമാണ് തിരികെ എത്തിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ബോധപൂർവമായ മതം മാറ്റം കോട്ടയത്ത് നടക്കുന്നു, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, മീനച്ചൽ താലൂക്കിൽ മാത്രം നടക്കുന്നു എന്ന് പി.സി. ജോർജ് പറയുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് കേരള പോലീസിന് റിപ്പോർട്ടുണ്ടെന്നൊക്കെയാണ് പലരും ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. NIA തന്നെ പറഞ്ഞിട്ടുണ്ട് പോലും കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന്. പക്ഷേ കേരള ഹൈക്കോടതിയിൽ പണ്ടത്തെ ഒരു DGP കൊടുത്ത റിപ്പോർട്ട് പലപ്പോഴും പലയിടത്തും പ്രസിദ്ധീകരിച്ച് കണ്ടതാണ്.
ലവ് ജിഹാദ് എന്നത് കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് കേരള പോലീസിന് അന്നത്തെ നിഗമനം. പക്ഷേ യാഥാർത്ഥ്യം എന്തോ അല്ലയോ. PC ജോർജ് പറയുന്നത് മീനച്ചിൽ താലൂക്കിൽ മാത്രം 400-ലേറെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റിയിരിക്കുന്നു. ലവ് ജിഹാദ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേവലം ഭാവനാ സൃഷ്ടിയല്ല, യാഥാർത്ഥ്യം തന്നെയാണെന്ന് PC ജോർജ് അടിവരയിട്ട് പറയുന്നു. PC ജോർജ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. PC ജോർജ് പറയുന്ന മൂന്നാമത്തെ കാര്യം, ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളെ 25, 28, 29 വയസ്സ് വരെ കല്യാണം കഴിപ്പിച്ചു വിടാതെ നിർത്തിയിരിക്കുന്നു. പാലയിൽ കഴിഞ്ഞ ദിവസം മാത്രം 25 വയസ്സായ പെൺകുട്ടി ഒളിച്ചോടിയിരിക്കുന്നു. ആരോട് എപ്പോൾ പോയി എന്ന് പോലും അറിയാത്ത അവസ്ഥ. അപ്പോൾ PC ജോർജ് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം 22, 23 വയസ്സ് വരുമ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കണം. എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ പിഴച്ചു പോകുന്നില്ല? അതും PC ജോർജ് പറയുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികളെ 18 വയസ്സ് തികയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചയക്കും. PC ജോർജിൻ്റെ ഈ മൂന്നാമത്തെ അഭിപ്രായത്തോട് കേരളത്തിലെ പൊതുസമൂഹത്തിലെ എത്ര ശതമാനം യോജിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം, പ്രത്യേകിച്ച് സ്ത്രീകൾ. പക്ഷേ PC ജോർജ് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് PC ജോർജ്. കല്ലറങ്ങാട്ട് തിരുമേനി പണ്ടൊരു നർക്കോട്ടിക്സ് ജിഹാദിനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ലവ് ജിഹാദിനെയും നർക്കോട്ടിക്സ് ജിഹാദിനെയും നിങ്ങൾ ഭയക്കണം. ക്രൈസ്തവ സമൂഹം വളരെ ഭയപ്പാടോടുകൂടി നർക്കോട്ടിക്സ് ജിഹാദിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പാലാ രൂപതയിലേക്ക് കല്ലറങ്ങാട്ട് തിരുമേനിയുടെ അരമനയിലേക്ക് നടത്തിയത് വളരെ വലിയ ഒരു സമരമായിരുന്നു. ആയിരങ്ങൾ പങ്കെടുത്ത സമരം. PC ജോർജ് പറയുന്നു, അന്ന് പാലയിലെ എത്ര ക്രിസ്ത്യാനികൾ, പാലയിലെ എത്ര പ്രമാണിമാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ആ സമരത്തെ എതിരിടാൻ വേണ്ടി, അതിനെ നേരിടാൻ വേണ്ടി അന്ന് എത്തിയിരുന്നില്ല. പക്ഷേ താൻ എത്തിയെന്ന് PC ജോർജ് ചങ്കിൽ കൈവച്ച് പറയുന്നു. അപ്പോൾ PC ജോർജ് ചോദിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് എന്നുള്ളതാണ്. PC ജോർജ് ചില അഭിപ്രായങ്ങൾ പറയുന്നു. അഭിപ്രായങ്ങൾ തങ്ങൾക്ക് ഹിതകരമല്ല എന്ന് കരുതിക്കൊണ്ട് ചില മതമൗലിക സംഘടനകൾ PC-ക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് PC-ക്കെതിരെയുള്ള കേസും അറസ്റ്റും ഒക്കെ. കേരളത്തിൻ്റെ ഭരണകൂടം, പ്രത്യേകിച്ച് പിണറായി വിജയൻ, ഏറ്റവും അധികം PC ജോർജ് ആരോപണം ഉന്നയിക്കുകയും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പിണറായി ഭരണത്തിന് കീഴിൽ PC ജോർജിനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ട ഒരു സമുദായം പോലും PC-ക്കൊപ്പം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും കേരളത്തിലെ ക്രൈസ്തവരുടെ കണ്ണു തുറക്കാൻ വേണ്ടി പല കാര്യങ്ങളും വിളിച്ചു പറയുകയാണ് PC ജോർജ്. അധികം വൈകാതെ വീണ്ടും കോടതിയെ ലക്ഷ്യമുണ്ടാകാം. PC ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. PC ജോർജ് വീണ്ടും അറസ്റ്റിലായേക്കാം. അപ്പോഴും PC ജോർജ് കേരളത്തിലെ പൊതുസമൂഹത്തോട്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തന്നെയാണ് നിലകൊള്ളുന്നത്. ഈരാറ്റുപേട്ടയിലെ ഭീകരതയെക്കുറിച്ച്, ഈരാറ്റുപേട്ടയിലെ മതസ്പർദ്ധയെക്കുറിച്ച് PC ജോർജ് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമെന്തായി? PC ജോർജിനെ ഒറ്റപ്പെടുത്തി, PC ജോർജിനെ ആക്രമിച്ചു. PC ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തി. ഇപ്പോഴും PC ജോർജ് അതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഇത് പറയാൻ കാരണം PC ജോർജിൻ്റെ ആ ഒരു പ്രസംഗത്തിന് പിന്നാലെ PC ജോർജിനെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് PC ജോർജ് നടത്തുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒറ്റപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഭരണകൂടത്തിന് ക്രൈസ്തവ സമൂഹത്തെ ആവശ്യമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ ഒരു കാലത്ത് ശക്തിയുണ്ടായിരുന്ന കേരള കോൺഗ്രസ് അടക്കം കേരളത്തിലെ CPM-ന്റെ രണ്ടാം കിട പിണിയാളുകളായി മാറിയിരിക്കുന്ന അവസ്ഥ. ജോസ് കെ മാണിയൊക്കെ പിണറായി വിജയനെ തൊഴുത്തിൽ കെട്ടിയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഒരു കാലത്ത് കേരളത്തിലെ ക്രൈസ്തവരുടെ അപ്പോസ്തലന്മാരായിരുന്ന കേരള കോൺഗ്രസ്, KM മാണി, ഉമ്മൻചാണ്ടി, PJ ജോസഫ്, TM ജേക്കബ്, KC ജോസഫ്, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ കൊലക്കൊമ്പന്മാരായിരുന്നു? കത്തോലിക്ക സമുദായത്തിലെ അംഗങ്ങളായിരുന്നു. അന്ന് ഈ കത്തോലിക്ക വിഭാഗത്തിന് ഒരു വിലയും നിലയും ഉണ്ടായിരുന്നു. ആ കത്തോലിക്ക വിഭാഗം പറയുന്ന കാര്യത്തിന് ഒരു നിലവാരമുണ്ടായിരുന്നു. അതിനെ കേൾക്കാൻ ആളുണ്ടായിരുന്നു. അധികാരങ്ങളിൽ അതിന് വിലയുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ? ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ഒരു പ്രത്യേക സമുദായത്തെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ
ചവിട്ടി മെതിക്കപ്പെടുന്നത്, തിരസ്കരിക്കപ്പെടുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് പലതവണ വിളിച്ചു പറയുന്നതാണ് PC ജോർജ് ചെയ്യുന്ന കൊടും പാതകം. അതിനുള്ള തിക്തഫലങ്ങളാണ് കേരളത്തിൽ PC ജോർജ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും താൻ വിളിച്ചു പറയുമെന്ന് PC ജോർജ് പറയുക തന്നെയാണ്.